ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പാലും പഞ്ചസാരയും വെച്ചിട്ടുള്ള നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ടി റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ കാണാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ പുഡിംഗ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് 500 ml പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഞാൻ ഇത് സെറ്റാക്കാനായിട്ട് ജലാറ്റിൻ ആണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ചൈന ഗ്രാസ് ആണെങ്കിൽ അതും ഒന്ന് മെൽട്ടാക്കുന്നതിന് മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ചൈന ഗ്രാസ് ആയാലും ജലാറ്റിൻ ആയാലും കുഴപ്പമില്ല, ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. എന്നിട്ട് പാലൊന്ന് നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. വാനില എസൻസിന് പകരം നമുക്ക് ഏലക്കായി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അത് അവിടെ മാറ്റി വെച്ച ശേഷം വേറൊരു പാൻ എടുത്ത് നമുക്ക് ഇതിലോട്ടുള്ള ക്യാരമൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കണം. ഇതൊന്ന് മെൽട്ടായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണമെന്നില്ല. ഒന്ന് മെൽട്ടായി തുടങ്ങിയാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി പഞ്ചസാര നന്നായിട്ട് മെൽട്ടാക്കി കാരമലൈസ് എടുക്കാം. ഈ പഞ്ചസാരയുടെ കളറാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ കളറും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് കളർ വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഓവർ കളർ ആവാൻ വെയിറ്റ് ചെയ്തിട്ട് പഞ്ചസാര കരിഞ്ഞു പോകരുത്. അപ്പം അത് നോക്കിയിട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് അത്യാവശ്യം കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഒഴിക്കുക. കാരമലിലോട്ട് പാൽ ഒഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ കാരമലും പാലും ഒക്കെ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് കാരമലിലോട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ കാരമലിൻ്റെ കളറ് പാലിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ആണെങ്കിലും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജലാറ്റിൻ ചേർത്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ ജലാറ്റിൻ ഇതിൽ നന്ന് മെൽട്ടായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ജലാറ്റിൻ ഇതിലോട്ട് നന്നായിട്ട് മെൽട്ടായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ചുകൂടി കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഇതിൻ്റെ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഇതുപോലെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലുള്ള ബബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് എടുത്ത് മാറ്റി കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 3-4 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള കാരമൽ മിൽക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക.